അപ്പൊ എല്ലായിടത്തും കുതിര സവാരിയാണ് കേട്ടോ. വെൽക്കം ബാക്ക്, ഷെബിയാണ്. വെൽക്കം ബാക്ക് അല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഇന്നലെ നമ്മൾ ഫാമിലി എല്ലാവരും കൂട്ടിയിട്ട് നമ്മുടെ ഫാമിലി ഉൾപ്പെടെ ഒരു അടിപൊളി ട്രിപ്പ് പോയിട്ടുണ്ട് വരും. അപ്പോൾ ഇൻട്രോ എടുക്കാൻ മറന്നു, സത്യത്തിൽ അതാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് ഇൻട്രോ എടുത്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ആലോചന എന്നത്. അപ്പോൾ ആ ഇൻട്രോ ആണ് ഇപ്പോൾ എടുത്തത്. എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടേ, ഒന്ന് കണ്ടു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. നമ്മളെ ഫാമിലി ആയിട്ട് ഊട്ടിക്ക് യാത്ര തിരിച്ചതാണ്. രാത്രിയായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നീച്ചിട്ട് ഇപ്പോഴാണല്ലോ എല്ലാം കാണുക. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോഴാണ് ബാക്കി നമുക്ക് കാണാൻ പോവുക. നമ്മളെ എന്താ പറയുക, ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാര വണ്ടി തന്നെ. അപ്പോൾ ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. എന്താ പറയുക, ഇവിടെ മൊത്തം കുരങ്ങന്മാരെ കൂട്ടങ്ങളുണ്ട്. അയ്യോ ചെങ്ങാനോ ആരത്? ആർക്കൊക്കെ കിട്ടിങ്ങള് പോയി ഇതൊക്കെ ഫോം വാങ്ങിക്കൊണ്ടോ കേട്ടോ, ശ്രദ്ധിച്ചോ. പെടാടാ പെടാടാ. അവിടെ ഇതാ രണ്ടെണ്ണം ഇരിക്കണ. ആരാടെ ഒളിഞ്ഞു നോക്കണേ? ആരാടെ? മൊട്ടക്കുന്ന് കാണാൻ വേണ്ടിയിട്ട് സൈഡാക്കിയതാണ്. നമ്മൾ ഒറ്റക്കാണ് രസമൊന്നും ഈ വീഡിയോ ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കരുത്. കാരണം ഫാമിലി ആയതുകൊണ്ട് നമുക്ക് അത്ര വലിയ രസമായിട്ട് കിട്ടില്ല. ഇവിടെ ഒരു മൊട്ടക്കുന്ന് ഇതാ അവിടെ, നമുക്ക് അതിൻ്റെ മുകളിൽ കയറാം. ഈ തണുപ്പും ഈ ഒരു വെയിലും അവിടെ രണ്ടും കൂടി ആകുമ്പോൾ ഒരു കോംബോവും ഇവിടെ. അപ്പം ഇതാണ് മൊട്ടക്കുന്ന്. നമ്മൾ ടിക്കറ്റ് എടുത്ത് 30 രൂപ. വലിയ ആൾക്കാർക്ക് 5 വയസ്സിന് താഴെയാണെങ്കിൽ ഫ്രീ ആണ്. ഇങ്ങനെ കയറി ഇങ്ങനെ കയറുക. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ കയറുക. മൊട്ടക്കുന്ന് കയറാണ് ഗൈസ്. അയ്യോ, ഞങ്ങളിപ്പോൾ ഒരു അമ്മായി ഉണ്ട്. ഇവിടെ ഒരു അമ്മായി ഉണ്ട്, ഇവിടെ വേറെ അമ്മായി ഉണ്ട്. ഇങ്ങനെ എല്ലാ അമ്മായിയാളെയും കൂട്ടിയിട്ട് നമ്മളിങ്ങനെ കയറാണ്. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ? ആരോ പറഞ്ഞുണ്ടാക്കിച്ച മാതിരി. ഇവിടെ എന്തോ ഒരു കൃഷിയുണ്ട്. പിന്നെ ചെറിയ ചെറിയ വീടുകൾ ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ നമുക്കുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസം. പിന്നെ ആകാശം നീല, ക്ലൈമറ്റ് എല്ലാം കൊണ്ട് ഉഷാറായിക്കുന്നുണ്ടോ. അപ്പം ഇനി താഴത്ത് കറങ്ങുമ്പോൾ കുതിരച്ചാണകമുണ്ട് ഇഷ്ടം പോലെ. കണ്ടില്ലേ?
ഈ നിരന്ന സ്ഥലത്ത് ഈ ഒരു മരം മാത്രം നോക്കിയാണ്. ഇതൊക്കെ മുളകൊണ്ട് ഉണ്ടാക്കി കേട്ടോ. നമ്മൾ മുളകൊണ്ട് ഉണ്ടാക്കിയ പല സാധനങ്ങളുണ്ട് ഇവിടെ. ഇത് 3D പ്രിൻ്റാണ്. അതിൽ ഫോട്ടോത്തിൽ കാണില്ല. ഇത് മറ്റേ തേനെടുക്കണ അങ്ങനെന്തോ സാധനം തോന്നുന്നുണ്ട്, കറക്റ്റ് അറിയില്ല. കുതിരസവാരി ഇവിടെ ഉണ്ട്. അപ്പം അതിനുള്ള കുതിരകളാണ് ഇപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്, 2 അവിടെ ഉണ്ട്, മറ്റേ 2 ഇവിടെ തയ്യാറായിട്ടുണ്ട്. അല്ല കുതിരസവാരിക്കുള്ളതാണ്. വണ്ടി കൊടുക്ക് കാട്ടൂല. ഓളെ നോക്കി ഇഷ്ടപ്പെട്ടു. മതി ടാറ്റ. ചായയാണോ? കൊടുത്തു കൊടുത്തു കൊടുത്തു. എന്നാലും കുറിച്ച് നോക്കി കുറച്ച് വേണോ? ചായ വേണോ? മതിയോ മതിയോ, ആദ്യം പോവില്ല. ബാഗാരൊക്കെ എല്ലാവർത്തുണ്ട് പോയി. ക്ലാസ് മതി, ഇനി പോക്കോ. ജോണോ കറുത്തോടന്മാരെ കൂട്ടത്തിൽ പോരണോ? ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചു. ആ ഓള് തിന്നുന്നുണ്ട്. ബിസ്ക്കറ്റ് എല്ലായിടത്തും കുതിര സവാരിയാണ് കേട്ടോ മൊത്തത്തില്. ഇവിടെ ഇത് 2-3-4 കുതിരകൾ. ഇപ്പോൾ ബോട്ടിങ്ങിന് വന്നാണേ. ഇപ്പോൾ ബോട്ടിൽ കയറാനുള്ള പ്ലാനുണ്ട്. അപ്പം ഇനി ബോട്ടിൽ കയറിയില്ല ബാക്കി കാണാം. ബോട്ടിങ് പോകാനൊരു പ്ലാനുണ്ട്. നടക്കാന്ന് അറിയില്ല എത്ര ഉണ്ട് റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് നോക്കാം. ഇപ്പം ഉള്ളത് കർണാടക ഗാർഡനിലാണേ. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഒരൊറ്റ ഇട്ടതാണ്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിലല്ല, നമ്മൾ വന്നിന്ന് മൊത്തം ഫോഗായിരുന്നു ഇവിടെ. നമ്മൾ എന്താ പറയുക ഒരൊറ്റത്തിൻ്റെ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ വീണ്ടും ഞാൻ വെറുപ്പിക്കണില്ല. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. നമ്മൾ കണ്ടൊക്കെ തന്നെ ഉള്ളൂ. ആ ക്ലൈമറ്റ് ജസ്റ്റ് ഒരു ചേഞ്ച് ഉണ്ട്. അതായത് അന്ന് മഞ്ഞും കോടൊക്കെ മൂടിയിട്ടുള്ളൊരു എന്താ പറയുക പ്രകൃതിന്. ഇന്നിപ്പം മൊത്തം തെളിഞ്ഞ ആകാശം ഓക്കെ, നല്ല തിരക്കുണ്ട്. ഇപ്പം നമ്മളുള്ളത് ഉടനെ എന്താ പറയല്ലേ നല്ല ആളാ. നമ്മളിപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡനിലാണുള്ളത്. ബൊട്ടാനിക്കൽ ഗാർഡൻ വല്ലാത്തൊരു പേരും. നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് ഇവിടെ അധികം കണ്ട് കയറിയിട്ടില്ല. എന്നാലും കയറിയത് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് ഇതിൻ്റെ കുറച്ച് വീഡിയോ കാണിച്ചു തരാം. അത് വലിയ സംഭവമൊന്നുമല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാണാനൊക്കെ ഉള്ളതുണ്ട് ഇവിടെ. ഏതായാലും നമ്മൾ കാണിച്ചു തരാം. ഇവിടുത്തെ ഏറ്റവും നല്ല പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതേമാതിരി ഇങ്ങനെ പറമ്പിലിരിക്കുക, വെറുതെ ഒരു പണിയില്ലാതെ. പിന്നെ അതേമാതിരി ഇതുപോലത്തെ ബുഷുകളാണ് ഇവിടെ ഉള്ളത്. ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്. എന്താണെന്നറിയില്ല, നമ്മൾ ആകാശം ഉഷാറാക്കി തന്നെ ആ നീല കളറിൽ ആരോ പറഞ്ഞ് ജയിച്ച മാതിരി. ഇത്രയൊക്കെ തന്നെ ഇവിടെയുള്ളൂ, അല്ലാതെ വലിയൊരു കാഴ്ചപ്പാടൊന്നുമില്ല. മെയിനായിട്ട് എന്താ വെച്ചാൽ ഇങ്ങനത്തെ പറമ്പിൽ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ നുണ പറയാം. അതാണ് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു പ്രത്യേകത. ഇതിൻ്റെ മുകൾക്ക് ഉണ്ട് കേട്ടോ,
ഇതിന് മുകൾക്ക് ഒരുപാട് കയറി പോകാനൊക്കെ ഉണ്ട്. സൈഡിൽ ഇത്തരത്തിൽ നല്ല ചുറുക്കിൽ കുറേ പൂക്കൾ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പുറത്തും ഇതേമാതിരി പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള പുൽമേടുകളാണുള്ളത്. ഒരുപാട് ഫാമിലികളുണ്ട്. അതേമാതിരി ഫാമിലി ആയിട്ടൊക്കെ ഒരു അങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ വരാം. നടന്ന് ഒരു തണലത്ത് നമ്മളിപ്പോൾ എത്തിയിരിക്കണേ. എന്താണ് ഫോളിയേജ് ഗാർഡൻ, അതാണ് ഈ ഒരു ഗാർഡൻ്റെ പേര്. നമ്മളെ എന്താ പറയുക, നമ്മളിനി അപ്പുറത്ത് കൂടെ കുറച്ച് കയറി പോകാനായിട്ടുണ്ട്. ഇതിൽ കയറിയ രസം ഉണ്ടാവില്ല. നമുക്ക് ആദ്യം അതിലങ്ങനെ കയറിയിട്ട് മറ്റേതോട് കറങ്ങി തിരിഞ്ഞിങ്ങനെ നമുക്ക് ഈ ഒരു വഴിയിലൂടെ തിരിച്ചു വരാം. അതാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. ഇതാരതിൽ പോണത്? ആ